കൃഷ്ണ. ഇന്ന് ഗുരുവായൂർ ശ്രീലകത്ത് തൃപ്പാദങ്ങൾ പിണച്ചുവെച്ച് നിൽക്കുന്ന ഉണ്ണിക്കണ്ണൻ്റെ രൂപമാണ് ഉച്ചപൂജയ്ക്ക് കാണാൻ കഴിഞ്ഞത്. അത് പ്രപഞ്ചത്തിൻ്റെ താളലയങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു ഭാവമാണ്. സ്വർണത്തിൽ തീർത്ത പൊന്തളകൾ അണിഞ്ഞ ആ കുഞ്ഞിക്കാലുകൾ ഭക്തൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളെ ദൂരീകരിക്കുന്ന ഒന്നാണ്. ഭഗവാൻ തൻ്റെ പൊന്നോടക്കുഴല് മാറോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഭക്തരുടെ ഹൃദയമിടിപ്പ് കേൾക്കാനാണ് എന്ന് തോന്നിപ്പോവും. മുരളീഗാനം മുഴക്കാനായിട്ട് ഭക്തരെത്തിയോ എന്ന് നോക്കി നിൽക്കണ ഒരു ഭാവം. ഈശ്വരൻ എപ്പോഴും ഭക്തന് വേണ്ടി കാത്തിരിക്കണു എന്ന ആത്മീയ സത്യത്തെയാണ് ഇത് വിളിച്ചോതുന്നത്. അരയില് സ്വർണ്ണ കിങ്ങിണി കുഞ്ഞു കൊമ്പയിലിങ്ങനെ തട്ടി നിൽക്കണുണ്ട്. ഭഗവാൻ അഹങ്കാരമില്ലാത്ത ശുദ്ധ മനസ്സുകളിൽ കുടികൊള്ളണു എന്നുള്ളതാണ്. ആഭരണങ്ങളും ഭക്തവാത്സല്യവും നെറ്റിയിലെ സ്വർണ്ണഗോപിയും ചെവിപ്പൂക്കളും ആ തിരുമുഖത്തിന് പ്രത്യേകമായൊരു ശോഭ നൽകുകയാണ്. ഓരോ ഭക്തനെയും അനുഗ്രഹിക്കുന്ന ആ മന്ദഹാസം പ്രപഞ്ചത്തിലെ സർവ്വ ദുഃഖങ്ങൾക്കും മരുന്നായിട്ടുള്ള ഒന്നാണത്. ഭഗവാന്റെ കഴുത്തിലെ മുല്ലമുട്ടുമാലയും കൈവളകളും ഈശ്വരൻ്റെ സർവവ്യാപിയായ പ്രകാശത്തെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്നതാണ്. പുഷ്പാലങ്കാരങ്ങൾ ഭഗവാന്റെ സൗമ്യഭാവത്തെയും ഭക്തരുടെ സമർപ്പണത്തെയുമാണ് കാണിക്കുന്നത്. സ്വർണ്ണ കിരീടത്തിന് മുകളിലായിട്ട് തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് 3 തിരുമുടിമാലകളാണ് ഭഗവാന് ചാർത്തിയിട്ടുള്ളത്. ത്രിഗുണങ്ങളെ കാണിക്കുന്നതായിട്ട് സത്വം, രജസ്, തമസ് എന്ന ത്രിഗുണങ്ങളെ കാണിക്കുന്ന രീതിയിലാണ് ഈ 3 മാലകൾ ചാർത്തിയിട്ടുള്ളത്. ഭഗവാന്റെ കിരീടത്തിന് മുകളിലായിട്ട് 3 തിരുമുടിമാലകളാണ് എന്ന് പറഞ്ഞല്ലോ. വെളുത്ത പൂവും തെച്ചിപ്പൂവും കലർന്ന ഒരു മാല, വെളുത്ത പൂവും തുളസിയും ഇങ്ങനെ പൊട്ടുപോലെ ചേർത്തുണ്ടാക്കിയിട്ടുള്ള ഒരു 2ാമത്തെ മാല, പിന്നെ അതുപോലെ ചുവന്ന തെച്ചിപ്പൂക്കൾ മാത്രമുള്ള ഒരു മാലയാണ്. ഈ 3 തിരുമുടി മാലകളാണ് ഭഗവാന് ഇന്ന് ചാർത്തിയിട്ടുള്ളത്. വെളുത്ത പൂക്കള് ശുദ്ധമായ ഭക്തിയെയും, തെച്ചിപ്പൂക്കള് കർമ്മവീര്യത്തെയും, തുളസി നിത്യതയെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഉണ്ടമാലകൾ നോക്കി നോക്കൂ. ഭഗവാന്റെ വക്ഷസ്സിലിങ്ങനെ തൂങ്ങിക്കിടക്കണ ആ വലിയ ഉണ്ടമാലകൾ ഭക്തരുടെ സ്നേഹം ഒത്തുചേർന്നതിൻ്റെ അടയാളാണ്. കണ്ണൻ്റെ കഴുത്തില് 2 വലിയ ഉണ്ടമാലകളാണ് ചാർത്തിയിട്ടുള്ളത്. ഒരു മാല ചുവന്ന താമരപ്പൂക്കൾ കൊണ്ട് തീർത്തിട്ടുള്ളതാണ്. 2ാമത്തെ മാല തെച്ചി, തുളസി, നന്ദ്യാർവട്ട പൂക്കൾ കൊണ്ട് കട്ടിയായി അടുക്കി വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് 2ാമത്തെ മനോഹരമായിട്ടുള്ള ആ മാല. ചുവന്ന താമരകൾ ഹൃദയകമലത്തെ ഭഗവാന് സമർപ്പിക്കണു എന്നുള്ളതിൻ്റെ പ്രതീകമാണ്. തെച്ചിപ്പൂക്കളും തുളസിയും ഇടകലർത്തി കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ആ മാലകൾ വൈവിധ്യമാർന്ന ഈ പ്രപഞ്ചം ഭഗവാനിൽ ഒന്നാകണു എന്നുള്ള അവസ്ഥയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. വിധാനമായിട്ട് മാലകൾ ചാർത്തിയുണ്ട്. ഉണ്ടമാലകൾ ഒരു 5-6 ഉണ്ടമാലകൾ ഇങ്ങനെ വിധാനമായിട്ട് ചാർത്തിയിരിക്കുന്നു. ഭഗവാൻ ലോകത്തെ സംരക്ഷിക്കുന്ന ഒരു വലിയ തണലാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് നൽകുന്നത്. ഇതിൽ തുളസി മാലകൾ ഭഗവാന്റെ വൈഷ്ണവ തേജസ്സിനെ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ്. ഈ അലങ്കാരങ്ങളെല്ലാം തന്നെ ഭക്തരുടെ ഉള്ളിലെ ഭക്തിയെ ഉണർത്തുന്നതാണ്. സ്നേഹരസത്തില് മുക്കി മുറ്റത്ത് മണ്ണിലെ കളിയാടുമേവും കറ്റക്കിടാവാം ഹരിയെ ഉള്ളിലുറപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഉച്ചപൂജ അലങ്കാരത്തെ നമ്മുടെ മനസ്സിലേക്ക് അത് കണ്ട് ആ തൃപ്പാദങ്ങളിലെല്ലാം സമർപ്പിച്ച് നമുക്ക് തൊഴാം. ഈ ഉച്ചപൂജ തൊഴുന്നത് ആ ഭഗവാനെ ഉള്ളിലേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്ത് എന്നും അവിടെ ഉണ്ണിയുണ്ട് എന്ന് വിശ്വസിച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ളതാണ്. ആ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളെല്ലാം ഇല്ലാണ്ടാവാണ്. അതെല്ലാം അങ്ങോട്ട് അലിഞ്ഞില്ലാണ്ടാവാണ്. നാരായണ നാമം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ജപിക്കാം. നാരായണ നാമ ജപത്തോടെ ആ പുണ്യരൂപം ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാം. നാരായണ 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 കൃഷ്ണ ഗുരുവായൂരപ്പ.